ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണ് നോക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ വ്യക്തി ഇപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് ആ വ്യക്തി ഒരു ഓൺ ആൻഡ് ഓഫ് കണ്ടീഷനിൽ നിൽക്കുന്നത്, നിങ്ങളുമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാത്തതിന് റീസൺ എന്താണ്, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് എന്തുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളുമായിട്ട് അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അയാൾക്ക് ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളെ വിളിക്കണമെന്നോ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ അല്ല നിൽക്കുന്നത്. ചില സമയങ്ങളിൽ വിളിക്കും, ചില സമയങ്ങളിൽ വിളിക്കില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ആളിൻ്റെ മനസ്സിൽ എന്താണ് എന്നാണ് നമ്മൾ ചിന്തിക്കാൻ നോക്കുന്നത്. എന്താണ് സംഭവം നമുക്ക് നോക്കാം. ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്ന 2 ഓഫ് കപ്പാണ്. 2 ഓഫ് കപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറക്കാൻ പറ്റാത്തൊരു റിലേഷൻഷിപ്പായി തന്നെയാണ് കാണുന്നത്. ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആവാൻ വരെയുള്ള സാധ്യത കാണുന്നുണ്ട്, ഒരു സോൾമേറ്റ് ആകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്ന് വിട്ടുപോകാൻ സാധിക്കാതെ നിൽക്കുന്നത്. അത് രണ്ടുപേർക്കും അങ്ങനെ തന്നെയാണ് കാണുന്നത്. രണ്ടുപേരുടെ മനസ്സിനകത്തും ആ ഒരു ഇത് ഉണ്ട്. സെക്കൻഡ് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഈ ഒരു ബന്ധം സക്സസ് ആവാനുള്ള ചാൻസ് അത് കാണുന്നുണ്ട് എന്ന് തന്നെയാണ്. ആളൊരിക്കലും നിങ്ങളെ ചീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറൊരു രീതിയിലോട്ട് പോവാനോ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായി കാണുന്നില്ല. ഉറപ്പായിട്ടും ആളിന് ജെന്യുവനായിട്ട് നിങ്ങളോട് സ്നേഹവും കാര്യങ്ങളും ഉണ്ട്. നിങ്ങളുമായിട്ടുള്ള ഒരു എൻഗേജ്മെന്റോ അല്ലെങ്കിൽ ഒരു മാരേജിനോ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായി തന്നെയാണ് കാണുന്നത്. നമുക്ക് തേർഡ് കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഇതിലൊരു പ്രശ്നം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ കാണുന്നതെന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി എന്തോ ക്രൈസിസ് ആ വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്നു, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യത്തിൽ ആളിന് കുറവ്, അതായത് ആ ഒരു കാര്യത്തിലേക്ക് നോക്കുന്നു, അല്ലെങ്കിൽ ജോബ് വൈസ് ആവാം, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് ഒരു ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് നിൽക്കുന്നത്. ആ ഒരു പ്രശ്നം കാരണമാണ് ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതിൽ ഒരു കൺസിസ്റ്റന്റ് ഇല്ലാത്ത, അല്ലെങ്കിൽ സ്ഥിരമായി കോണ്ടാക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് കാരണം അതാണ്. ബോട്ടം ഓഫ് ഡെക്ക് വന്നിരിക്കുന്ന അതേ കാർഡാണ്. അതായത് ഇത് മൂണാണ്. 3 വരുമ്പോൾ 2 സൈഡ് വരും. അതായത് ഒരു പോസിറ്റീവ് സൈഡും വരും, ഒരു നെഗറ്റീവ് സൈഡും വരും. ആളുടെ മൂഡ് ഒട്ടും തന്നെ ഇമോഷണലി ഓക്കെ അല്ല. അതായത് പല ചിന്തകളാണ്, പല ടൈമിൽ പല ചിന്തകൾ കാരണം മാത്രമാണ് ആ വ്യക്തി നിങ്ങളുമായിട്ട് ഇങ്ങനത്തെ ഒരു രീതിയിൽ നിൽക്കുന്നത്. ഉറപ്പായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളോട് ആത്മാർത്ഥതയും സ്നേഹവും എല്ലാം ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. സിറ്റുവേഷൻ കൊണ്ട് മാത്രമാണ് ആ വ്യക്തി ഇപ്പൊ നിങ്ങളുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതെന്നാണ് കാണുന്നത്. അപ്പോൾ എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകട്ടെ. താങ്ക് യു മൈ വ്യൂവേഴ്സ്, താങ്ക് യു മൈ ഡിവൈൻ.